കഴിഞ്ഞ 5 ദിവസം മുമ്പാണ് SDPI, അതായത് PFI ബാൻ ചെയ്ത് ഭീകര ഓർഗനൈസേഷനായ PFIയുടെ പൊളിറ്റിക്കൽ സംഘടന SDPI UDFനും കോൺഗ്രസിനും പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ഒരു ഫാസിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്തുണ പ്രഖ്യാപിച്ചേക്കുന്നത്. അതിൻ്റെ അകത്ത് അവർ പറഞ്ഞിരുന്നത് പത്രസമ്മേളനത്തിൽ UDFുമായിട്ട് ചർച്ച നടത്തിയ ഒരു ഇലക്ഷൻ ധാരണയുടെ ഭാഗമായിട്ടാണ് പിന്തുണ കൊടുക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഇത് ഡിസ്കഷനായി, അത് ഇന്ത്യൻ മീഡിയ, നാഷണൽ മീഡിയ ഡിസ്കഷനായത് BJP ഏറ്റെടുക്കുന്നു, CPM ഏറ്റെടുക്കുന്നു. ഇപ്പോൾ PFI പറ്റി ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഒരു ഹമാസിൻ്റെ ഇന്ത്യൻ വേർഷനാണ് PFI. അതിൻ്റെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ് ഈ SDPI. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നത് SDPIയുടെ പിന്തുണ വേണ്ട എന്ന്? അപ്പം അതിൻ്റെ അത് ബേസിക് ചില കാരണങ്ങൾ കാണും. ഈ പറയുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടാണോ അതോ മറ്റുള്ള ഫാക്ടേഴ്സാണ്? എന്താണ് റിയൽ ഫാക്ടർ? എന്തുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് വിഡ്രോ ചെയ്യുക, ഇത് വേണ്ട എന്ന് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റ് UDF കൺവീനറും പറയുന്നത് ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ വേണ്ട? അതിൻ്റെ അകത്ത് ബേസിക് ഫാക്ടേഴ്സ് ഉണ്ട്, ശരിക്കുമുള്ള ഘടകങ്ങൾ. അതായത് കേരളത്തിലെ പല മണ്ഡലങ്ങളിലും, പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും UDF ഇന്ന് 3ാം സ്ഥാനത്താണ് ക്യാമ്പയിൻ നടത്തുന്നത്. 3ാം സ്ഥാനത്തോട്ട് പോയി. ഇവിടെയൊക്കെ 2ാം സ്ഥാനത്തും 1ാം സ്ഥാനത്തും ഒക്കെ ആയിട്ട് BJP ആണ് കയറി വരുന്നത്. ഇതാണ് മേജർ ഫാക്ടർ. കാരണം വളരെ കൃത്യമായിട്ട് പിടികിട്ടി, ക്രിസ്ത്യൻ ന്യൂനപക്ഷമാണെങ്കിലും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ന്യൂനപക്ഷമാണെങ്കിലും വലിയൊരു ഭാഗം ഹിന്ദു കമ്മ്യൂണിറ്റി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരും ഈ മുസ്ലിം പ്രീണനം എന്നുള്ള UDFിൻ്റെയും കോൺഗ്രസിൻ്റെ നയങ്ങൾക്കെതിരായി. അതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് SDPIയുടെ ധാരണയോട് വന്നു കഴിഞ്ഞപ്പം അത് വെർട്ടിക്കലായി സംഭവം. അതാണ് പല ഭാഗത്തും ഈ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും പെട്ടെന്ന് പിന്മാറാനുണ്ടായ കാരണം. കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന് വ്യക്തമായിട്ട് പിടികിട്ടി ഇതൊരു ഡിസാസ്റ്റർ, ഒരു വലിയ നാശത്തിലോട്ടാണ് കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ പോകുന്നത്. കാരണം തൽക്കാലം ഇവരുടെ വോട്ട് മേടിച്ച് എന്തെങ്കിലും ജയിക്കുകയോ എന്തെങ്കിലും ഉണ്ടാകുന്നുവെങ്കിൽ പോലും പിന്നീട് വരാൻ പോകുന്നത് വലിയ നാശമാണ്. അതായത് കോൺഗ്രസ് പാർട്ടിയെ പൂർണ്ണമായിട്ടും കേരളത്തിൽ ഒറ്റപ്പെടുത്തി പോകും. മറ്റുള്ള ന്യൂനപക്ഷ ക്രൈസ്തവ ന്യൂനപക്ഷമാണെങ്കിലും ഈ പറയുന്ന കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കൾ പോലും മാറി വോട്ട് ചെയ്യും. കാരണം PFI ആണെങ്കിലും SDPIയും കേരളത്തിൽ വളരെ വിസിബിളായിട്ട് അവർ ഭീകര പ്രവർത്തനത്തെ പിന്തുണച്ചവരാണ്. അവർ പരസ്യമായിട്ടാണ് മുദ്രാവാക്യം വിളിച്ചേക്കുന്നത്, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊല്ലും. ആലപ്പുഴ മുദ്രാവാക്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ഫാക്ടേഴ്സും ഉള്ള സമയത്ത് ഈ ഒരു സംഭവം, ഈ പറയുന്ന ഭീകര സംഘടനയുമായിട്ട്, ഞാൻ വർഗീയ സംഘടനയെന്നല്ല പറയുന്നത്, ഭീകര സംഘടനയുമായിട്ട് ഒത്തുപോയാൽ പിന്നീടുണ്ടാകുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത്. പിന്നീട് അവർ കണ്ട ഒരു പാഠമുണ്ട് കർണാടകയിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് ഒരു മുസ്ലിം കാൻഡിഡേറ്റ് കോൺഗ്രസിൻ്റെയോ JDSൻ്റെയോ, ഇപ്പോഴാണ് JDS BJP പോയത്, ജയിക്കുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം? അതിനെപ്പറ്റി കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ പറയുന്നുണ്ട്. അതായത് എന്ന് മുതൽ SDPI രാഷ്ട്രീയത്തിലോട്ട് വന്ന് അവർക്ക് പിന്തുണ കൊടുക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അവർ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റായിട്ട് മാറാൻ തുടങ്ങി, അന്ന് മുതൽ കർണാടകയിലുള്ള അല്ലെ ബാംഗ്ലൂർ സിറ്റിയിലുള്ള ഹിന്ദുക്കൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാതായി. ഇതുകൊണ്ടാണ് അവർ തോറ്റുപോയത്. ആലോചിച്ച് നോക്ക്. അത് തന്നെയാണ് JDSും പറയുന്നത്. അതുകൊണ്ടാണ് കർണാടകയിലെ കോൺഗ്രസ് പൂർണ്ണമായിട്ടും SDPIയെ മാറ്റി നിർത്തിയേക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയിലെ പല സീനിയർ നേതാക്കളും BJP ഭരിച്ചിരുന്നപ്പോൾ അന്നത്തെ ഗവർണറെ പോയി കണ്ട് SDPIയെയും PFIയെയും ബാൻ ചെയ്യണമെന്ന് പറഞ്ഞത്. കാരണം കോൺഗ്രസിൻ്റെ പോലും ബാംഗ്ലൂർ സിറ്റിക്കകത്തെ വോട്ടുകൾ പോലും നശിപ്പിച്ചത് ഈ ഭീകര സംഘടനയാണ്. അതുകൊണ്ടാണ് അവർക്ക് താല്പര്യമില്ലാത്തത്. അപ്പം അതിൻ്റെ ഒരു നേതാവിനെ കോട്ട് ചെയ്ത് പറയുന്നുണ്ട്, ടൈംസ് നൗവിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രകടനം വരുന്നു, പെട്ടെന്ന് SDPI അവരുടെ കുടിയുമായിട്ട് വന്ന് അതിനടുത്ത് തഗ്ലീബ് അള്ളാഹു അക്ബർ എന്ന സംഭവം പറഞ്ഞു കഴിയുമ്പോൾ ഈ കേൾക്കുന്ന സാധാരണക്കാരനായ ഹിന്ദുക്കൾ എന്തോ ധരിക്കുന്നത് കോൺഗ്രസ് ഈ പറയുന്ന ഭീകര സംഘടനയായിട്ട് യോജിച്ചു.
കാരണം SDP എല്ലാ പ്രകടനമാണെങ്കിലും അവരുടെ പ്രതിഷേധമാണെങ്കിലും എന്ത് നടത്തിയാലും അതിനകത്തെല്ലാം മതം കയറി വന്ന് അള്ളാഹു അക്ബറും തക്ലീബും എല്ലാം കയറി വരികയാണ്. ഇത് ശരിക്കും ഇന്ത്യയിലുള്ള ഭൂരിപക്ഷ വിഭാഗത്തെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം, ഈ പ്രീണനം. ഈ SDP ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പ്രധാന കാരണക്കാരൻ ഉറപ്പായിട്ട് മുസ്ലിം ലീഗാണ്. കാരണം മുസ്ലിം ലീഗിലെ മുജാഹിദ് വിഭാഗം, അതായത് ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ളവർ, അവർക്ക് ഇവരുമായിട്ടൊരു നല്ല ബന്ധമുണ്ട്. SDP താല്പര്യം എന്തോ പോലീസ് സ്റ്റേഷൻ കേസുകൾ, മറ്റുള്ള കേസുകൾ, ഇതൊക്കെ മാറ്റി കിട്ടുവാൻ വേണ്ടി ഇങ്ങനെയുള്ള മേജർ പൊളിറ്റിക്കൽ പാർട്ടിയുടെ കൂടെ ചേർന്ന് പോകണം. ഇതാണ് അവരുടെ ആഗ്രഹം. കാരണം അവർക്ക് ക്രൈം നടത്തണം, ഇന്ത്യയിൽ ആന്റി സോഷ്യൽ എലമെന്റ് നടത്തണം. അവരെന്തോ പറയുന്നത് 2040 ഇന്ത്യ എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യമാക്കണം. ഇതിന് എത്ര പേര് യോജിക്കാൻ സാധിക്കും? എത്ര ശതമാനം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വരെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും? പക്ഷേ കേരളത്തിലെ വലിയൊരു ശതമാനം മുസ്ലിങ്ങൾ SDP സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുദ്ദേശിക്കുന്നത് PFI ആണ് മുസ്ലിങ്ങളുടെ സംരക്ഷകർ. ഇതൊക്കെയാണ് തെറ്റായ വ്യാഖ്യാനമുള്ളത്. ഈ രീതിയിൽ പോകുമ്പോഴാണ് SDP പോലുള്ള ഈ ഭീകര സംഘടനകൾ അതിന് പ്രാധാന്യം കൂടുന്നത്. ആ പ്രാധാന്യം മുതലാക്കിയാണ് അവർ പ്രവർത്തിക്കുമ്പോഴാണ് ഈ അരാജകത്വവും അരക്ഷിതാവസ്ഥയും, ഒരു മനുഷ്യന് സ്വന്തമായിട്ട് എന്തെങ്കിലും ചിന്തിക്കാനോ പ്രവർത്തിക്കുവാനോ സ്വയമേ റോഡിൽ കൂടെ നടക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യമില്ലാതാകുന്നത്. അതുകൊണ്ടാണ് SDP ഒരു ഭീകര സംഘടന എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്ന് 120 പേരാണ് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും പോയേക്കുന്നത്. അതിന്റെ പിറകിൽ പ്രവർത്തിച്ച ഏറ്റവും വലിയ ഗ്രൂപ്പ് SDP-യും PFI-യും ആണ്. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അതിനെപ്പറ്റിയുള്ള അന്വേഷണം നടക്കുകയാണ്. ഇപ്പൊ നീച്ച് ഓഫ് ട്രൂത്ത് ആണെങ്കിലും MM അക്ബർ ആണെങ്കിലും എല്ലാം ഇവരുടെ ഒരു ഐഡിയോളജിക്കൽ ലൈനിൽ നിൽക്കുന്നവരാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംഘടനയെ കോൺഗ്രസ് പാർട്ടി പറയുക നമ്മളുമായിട്ട് ധാരണയിൽ പോകാമെന്ന് പറയുമ്പോൾ ഇവിടെ മറ്റുള്ള ന്യൂനപക്ഷവും ഇവിടുത്തെ ഭൂരിപക്ഷം എന്ത് ധരിക്കും? നിങ്ങളെ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? കാരണം ഒരു സിമ്പിൾ ഒരു സംഘടനയല്ല, പക്ക ഭീകര സംഘടനയാണ്. പറയുന്നത് മുഴുവനും ഭീകര പ്രവർത്തനമാണ്. ഹമാസിനെ പൂർണ്ണമായിട്ടും ഐക്യദാർഢ്യം കൊടുക്കുന്ന സംഘടന മുസ്ലിം ലീഗ്. അതിൻ്റെ പേരിലായിരിക്കും ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ മുസ്ലിം ലീഗിന് പോലും അടി കിട്ടാൻ സാധ്യതയുണ്ട്. പൊന്നാനിയിലാണെങ്കിലും മലപ്പുറത്താണെങ്കിലും. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് പോലും അതിനോട് യോജിക്കാൻ സാധിക്കത്തില്ല. എങ്ങനെയാണ് ഭീകര പ്രവർത്തനത്തെ യോജിക്കാൻ സാധിക്കുന്നത്? ഇതൊക്കെയാ. പാലസ്തീനെ എല്ലാവരും യോജിക്കുന്നു, പക്ഷെ ഭീകര പ്രവർത്തനത്തെ യോജിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നടക്കുന്ന SDP-യെ പൊക്കിപ്പിടിച്ച് കോൺഗ്രസ് നടക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഒറ്റപ്പെടും. ഇതാണ് ഉണ്ടാകുന്നത്. അതാണ് കേരളത്തിലെ പല മണ്ഡലങ്ങളിൽ 3ാം സ്ഥാനത്തോട്ട് കോൺഗ്രസ് പോകുന്നത്. എന്തുകൊണ്ടാണ്? ഇപ്പൊ ആലപ്പുഴ SDP-യുടെ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് ആരിഫാണ്. ആരിഫിനെ സപ്പോർട്ട് ചെയ്യും ഉറപ്പായിട്ടും. സലാം SDP-യുടെ അവിടെ ജില്ലയിൽ അവിടെ കൊണ്ടുവന്ന SDP-യുടെ നേതാവ് സലാമാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അപ്പൊ എന്താണ് ആലപ്പുഴയിൽ ഉണ്ടാകാൻ പോകുന്നത്? KC വേണുഗോപാൽ 3ാം സ്ഥാനത്തോട്ട് പോകും. ഇതൊക്കെ വളരെ വിസിബിളായിട്ട് തോന്നിയപ്പോഴാണ് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്നത് SDP-ആയിട്ട് മുന്നോട്ട് പോകേണ്ട. ഏതായാലും ഏറ്റവും നല്ല തീരുമാനം. ഇപ്പോഴെങ്കിലും അവർക്ക് ബോധ്യമായല്ലോ ഇതൊരു ഭീകര സംഘടനയാണ്. ഇവരെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കേരളത്തിലുള്ള മറ്റുള്ള ജനങ്ങളും നിങ്ങൾക്കെതിരാകും. അതൊരു നല്ല